ഓ, കാവ്യ മിസ്സിൻ്റെ ബർത്ത്ഡേ ആണോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, രുദ്രേട്ടൻ എന്ത് സർപ്രൈസാ പ്ലാൻ ചെയ്യുന്നേ? ഓ, മനുഷ്യനുള്ള സമാധാനം പോയി. വിളിച്ചാലോ? വേണ്ട, എടുത്തില്ലേൽ വിഷമം വരും. എന്നാലും എന്താവും സർപ്രൈസ്? വിളിക്കാം എന്തായാലും. അവൾ ഫോണെടുത്ത് രുദ്രനെ വിളിച്ചു. ഇയാൾ എടുക്കുന്നില്ലല്ലോ. ഒന്നൂടെ വിളിക്കാം. ഷാ, ഇത്രക്ക് തിരക്കാണോ? ഇനി വേണേൽ ഇങ്ങോട്ട് വിളിക്കട്ടെ. അതും പറഞ്ഞ് ഫോൺ ബെഡിലേക്കിട്ടു. കാവ്യ, ഡി കാവ്യയെ. കാവ്യൻ്റെ വീടിൻ്റെ അടുത്ത് പുറത്ത് നിന്ന് വിളിക്കുകയായിരുന്നു ജോണും ജോബിനും ശിവയും. എന്താടാ വീടിൻ്റെ പടിക്ക് തന്നെ നിൽക്കുന്നേ? കേറി വാടാ. അത് ശരിയല്ലോ. എന്താടാ മക്കളെ അവിടെ തന്നെ നിൽക്കുന്നു? വാടാ പിള്ളാരെ, കാവ്യൻ്റെ അച്ഛൻ പറഞ്ഞു. ഒന്ന് വാടി ഇങ്ങോട്ട്, ജോൺ അവിടെ നിന്ന് വിളിച്ചു. എന്തു വാടാ? ഒന്ന് വാ കാവ്യ മിസ്സേ. അവളും അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ആരോ പൊത്തി. ഏയ്, എന്താടാ കാര്യം? അവൾ ആ കാഴ്ചകൾ കണ്ട് തൊണ്ട് പറഞ്ഞു. നടക്ക് മോളെ. ഡാ കാർത്തി, എന്താടാ എന്നെ എവിടെ കൊണ്ടു പോവുക? മിണ്ടാതെ നടക്കടി. രുദ്രൻ പറഞ്ഞത് കേട്ട് അവൾ മിണ്ടാതെ നടന്നു. ഇതെല്ലാം വീഡിയോ എടുക്കുകയായിരുന്നു ജോൺ. ഓക്കെ, ഇനി തുറന്നോ. അവൾ കണ്ണുകൾ തുറന്നതും മുന്നിൽ വെസ്പേ മോഡൽ യെല്ലോ ടൂ വീലർ. കാർത്തി, ഇത് അതും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. താങ്ക് യു കാർത്തി. ഹാപ്പി ബർത്ത്ഡേ കാവ്യക്കുട്ടി. ജോൺ, താങ്ക്സു ജോ. മിസ്സേ, ഹാപ്പിയേ. അവർ എല്ലാവരും പറഞ്ഞു. താങ്ക്സ് ഹോൾ. കഴിഞ്ഞില്ല, വായോ. ഇനി എന്താ? വാടി. അവളുടെ വീട്ടിൽ ഒരു റൂം ഫുൾ ബലൂൺ കൊണ്ട് നിറച്ചു. അതിൻ്റെ നടുവിൽ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ കാവ്യക്കുട്ടി. അവൾ എല്ലാവരും നോക്കി ചിരിച്ചു. നോക്കി നിൽക്കാതെ മുറുക്കടി. എനിക്ക് തീരെ ക്ഷമയില്ല. ഞങ്ങൾക്കും. ജോണും പറഞ്ഞത് കേട്ട് അവന്മാർ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് കേക്ക് മുറിച്ചു. പപ്പ ആദ്യം പപ്പയ്ക്ക് കൊടുത്തു. പിന്നെ അമ്മയ്ക്കും കാർത്തിക്കും ജോണിനും എല്ലാവർക്കും. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. എന്താടി കോപ്പേ കരയുന്നേ? അറിയില്ലടാ. പെട്ടെന്ന് ഇത് ഒക്കെ ഇപ്പോൾ സെറ്റാക്കി. ഈ വണ്ടി നീ എന്തിനാടാ? ഒന്ന് പോയടി കോപ്പേ. നിനക്കിഷ്ടായോ അത്? പറ. ഒത്തിരി. താങ്ക് യു സോ മച്ച് കാർത്തി. എൻ്റെ ഡ്രീമിലെ ഓന് സാധിച്ചു തന്നതിന്. ഐ റിയലി ലൈക്ക് യു മൈ ബോയ്. ഹോ ശരി, വാ ഒരു റൈഡ് പോവാം. ഓക്കെ വാ. എവിടേക്കാ മക്കളെ? കാവ്യൻ്റെ അമ്മ. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം അമ്മ. ഭക്ഷണം കഴിച്ചിട്ട് പോവാം മോളെ. ഞങ്ങൾ ദേ ഇപ്പോൾ വരും അമ്മ. അതും പറഞ്ഞ് കാവ്യയും രുദ്രനും അവിടുന്ന് ഇറങ്ങി. കാവ്യ ആയിരുന്നു വണ്ടി ഓടിച്ചത്. ജോണും ജോബിനും ശിവ, കാവ്യ, അച്ഛനും സംസാരിച്ച് കളിച്ചു ചിരിച്ചിരിക്കുകയായിരുന്നു. ശരി അമ്മ, രുദ്രൻ പറഞ്ഞു. വേഗം വായോ. അവർ പോകുന്നത് നോക്കി കാവ്യൻ്റെ അമ്മ അവിടെ നിന്നു, മനം നിറഞ്ഞ സന്തോഷത്തോടെ. അപ്പോൾ ദേ നോക്കിയേ. അവൾ മാറടി അങ്ങോട്ട്. നീ പോടി. എൻ്റെ അപ്പയാ. ഭക്ഷണം കഴിച്ചു വന്നു കിടക്കുകയായിരുന്നുവെങ്കിലും അതിൻ്റെ ഇപ്പുറത്ത് ദേവി ഇരിക്കുന്നു. വെങ്കിയെ കെട്ടിപ്പിടിച്ച് വൈച്ചുവും അടി ഉണ്ടാക്കി അച്ചുവും. എൻ്റെ മോളെ ഇവിടെ കിടന്നോ. ദേവി പറഞ്ഞത് കേട്ട് അച്ചു ദേവിൻ്റെ ഇപ്പുറത്ത് കിടന്നു. അപ്പ എന്താടാ? അപ്പാ പറയുകാണേ. വൈച്ചുവിൻ്റെ തലയിൽ തലോടി പറഞ്ഞു. അച്ചുവേ, ഉറങ്ങിയോ മോളെ? അച്ചുവിൻ്റെ അനക്കമില്ലാത്തോണ്ട് വെങ്കി ചോദിച്ചു. ഇല്ല അപ്പാ. ഉമ്മ. അമ്മയുടെ പൊന്ന്. അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. അവിടെ പരിഭവങ്ങളും എല്ലാം പറഞ്ഞു സന്തോഷത്തോടെ കിടന്നു. കാർത്തി. പറയടി കാർത്തി. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഇത്രയും സംസാരിച്ചത്, ഒരുമിച്ചിരുന്നതും. റിയലി മിസ് യുടാ. എന്താടി, നിനക്ക് എപ്പോൾ വേണേലും എൻ്റെ അടുത്ത് സംസാരിക്കാമോ? പിന്നെന്താ കാർത്തി, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇനിയും പറയാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും വരട്ടെ, ഇനിയും ഒളിക്കാൻ വയ്യ. എന്താടി പറയ്. അത് കാർത്തി, എനിക്ക്. കാവ്യ, ഒരു മിനിറ്റ്. ജോൺ ആണല്ലോ. എന്താടാ? ഞങ്ങൾ വായനശാലയിലുണ്ട്. എന്താടാ കാര്യം? ഓക്കെ, ഞാൻ വന്നു. എന്താ കാർത്തി? വാ പോവാം. അവന്മാർ അവിടെ കയർ പൊട്ടിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ. കാവ്യ നിരാശയോടെ എണീറ്റ് നടന്നു. സ്റ്റാറ്റസ് കാണായിരുന്നു. വൈച്ചു അപ്പോഴാണ് അവൾ ശിവയുടെ സ്റ്റാറ്റസ് കണ്ടത്. ഹാപ്പി കാവ്യ മിസ്.
നൈസ് ഫോട്ടോ. എന്ത് ക്യൂട്ടാണ് മിസ്സ്. ആ ജോബി അച്ഛനും ഇട്ടിട്ടുണ്ടല്ലോ. ആഹാ അടിപൊളി പിക്സ്. എം.ആർ. കലിപ്പൻ. എന്താ ഇട്ടേക്കുന്നേ? കാവ്യയും രുദ്രനുമുള്ള ചെറുപ്പത്തിലെ വലുതായപ്പോൾ എടുത്ത പിക്കായിരുന്നു. കാവ്യൻ്റെ തോളിൽ കൈ ഇട്ടേക്കുന്ന രുദ്രൻ. വൈച്ചു അത് സൂം ചെയ്ത് നോക്കി. പിന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. അടുത്തു നോക്കിയപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ജോൺ എടുത്ത വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കുറേ നേരം നോക്കിയിരുന്നു. എത്ര നേരമായിട്ടും വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ല. ഇയാൾക്ക് ഞാൻ ആരാ? എല്ലാം വെറുതെ പറയാ. സ്റ്റാറ്റസ് ഇടാൻ ടൈം ഉണ്ടല്ലോ, ഒന്ന് മെസ്സേജ് അയച്ചൂടെ? ഇനി വിളിക്കണ്ട. അതും പറഞ്ഞ് അവൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കി കിടന്നു. ഇതേ സമയം അച്ചു ജോണിനെ വിളിക്കുകയായിരുന്നു. എവിടെയാ ഇച്ച? എത്ര നേരമായി വിളിക്കുന്നേ? പിണങ്ങല്ലേ അച്ചുസേ, കാവ്യയുടെ ബർത്ത്ഡേ ആയോണ്ടാ. ഇപ്പോൾ വന്നേ ഉള്ളൂ. വയ്യടി. നന്നായി. എന്തേലും കഴിച്ച്. പിന്നെ അവിടെ ഇന്ന് ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ മട്ടൻ എല്ലാം സൂപ്പറായിരുന്നു. അല്ല വൈച്ചു എവിടെ? അവൾ അവിടെ ഉണ്ട്. കാവ്യ ചേച്ചിക്ക് എന്താ കൊടുത്തേ? നീ കണ്ടില്ലേ സ്റ്റാറ്റസ്? രുദ്രൻ ആ 2 വീലർ വാങ്ങിയേ ഞാൻ. പിന്നെ ആ കേക്ക് ഫുൾ സെറ്റപ്പ് എൻ്റെ വകയായിരുന്നു. പിന്നെ അവളുടെ ഫേവറേറ്റ് വാച്ച്. എൻ്റെ പൊന്നോ, കാവ്യ ചേച്ചിയും ഇത്രയും ഇഷ്ടമാണോ? ആ ഞങ്ങളുടെ പൊന്നു പെങ്ങളാണ് അവൾ. അല്ല എൻ്റെ സ്വന്തം പെങ്ങൾ. ബർത്ത്ഡേ എന്ന് വരുന്നേ കഴിഞ്ഞോ? വരുന്നേ ഉള്ളൂ. എൻ്റെയും അവളുടെ ഒരു മാസത്തിലാണ്. ഞങ്ങളുടെ ബർത്ത്ഡേ അന്ന് നിങ്ങൾ ഇങ്ങോട്ട് വായോ, അപ്പോൾ കാണാം. എന്താടി, ഇവിടെ ഒരു പൂരം തന്നെ ആയിരിക്കും, അതാ പറഞ്ഞ്. പിന്നെന്താ, നീ കഴിച്ചില്ലേ? ആ കഴിച്ചു. അച്ചു പെട്ടെന്നാണ് വൈച്ചു വിളിച്ചത്. ആ ഒരു മിനിറ്റ് ഇച്ച. ഫോൺ ബെഡിൽ വെച്ച് വാതിൽ തുറന്നു. എന്താ വൈച്ചു? രുദ്രേട്ടൻ എവിടെയെന്നാ ചൊക്കോ? ഞാൻ ചോദിച്ചെന്ന് പറയണ്ട. അച്ചു സ്പീക്കർ ഓൺ ആക്കി. ഇച്ച പറ. പിന്നെ രുദ്രേട്ടൻ എവിടെ? അവൻ കാവ്യൻ്റെ വീട്ടിലാണ്. സുജമ്മക്കും മീനമ്മക്കും അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. ഇനി ചിലപ്പോൾ അവിടെ തന്നെയാവും. ആഹാ, നിങ്ങൾ സംസാരിക്ക്, ഞാൻ പോവുക. വൈച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ട് അച്ചുവിന് വിഷമമായിരുന്നു. ഇച്ച ഞാൻ വിളിക്കാം, ബൈ. ഓക്കെ. അച്ചു പെട്ടെന്ന് തന്നെ വൈച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. കരയായിരുന്നു അവൾ. വൈച്ചു എന്താടാ, എന്തിനാ കരയുന്നേ? കരയേ എന്തിന്? ഒന്ന് പോയേ അച്ചു. ദേ കളിക്കല്ലേ. വൈച്ചു എന്താടാ? രുദ്രേട്ടൻ വിളിച്ചില്ലേ? ആര്? രുദ്രേട്ടനോ? എന്നെ എന്തിനു വിളിക്കുന്നു? ഞാൻ ആരാ? ആരുമല്ല. ഇവിടേക്ക് വന്നപ്പോഴേക്കും എന്നെ മറന്നു ചേച്ചി. ഞാൻ അയാളുടെ ആരുമല്ല. ഒരു മെസ്സേജ് പോലും അയച്ചില്ല. എത്തിയോ എന്ന് പോലും ചോദിച്ചില്ല. സഹിക്കാൻ പറ്റുന്നില്ല. ഫുൾ ടൈം മിസ്സിൻ്റെ ഒപ്പം കെട്ടിപ്പിടിക്കാനും സംസാരിക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ സമയമുണ്ട്. എന്നാൽ എന്നെ വിളിക്കാൻ പറ്റില്ല. ഒന്ന് വിളിച്ചൂടെ? ഒന്ന് മെസ്സേജ് അയച്ചൂടെ? ഇച്ചായം വിളിച്ചില്ലേ? മെസ്സേജ് അയച്ചില്ലേ? ഇതാ സ്നേഹമെന്ന് പറയുന്നേ. ഇവിടെ ഞാൻ ചത്തോ എന്ന് പോലും അറിയണ്ട. അവൾ കരഞ്ഞുകൊണ്ട് അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. അയ്യേ, ചേച്ചിൻ്റെ കുട്ടി കരയല്ലേ. ഇങ്ങനെയല്ലല്ലോ എൻ്റെ വൈച്ചു. ഇത് പൊട്ടാ. വൈച്ചുവാ, കരയാതെ പെണ്ണേ. ഇച്ചൻ തന്നെ ഇപ്പോൾ വിളിച്ചുള്ളൂ. നിന്നെയും രുദ്രേട്ടനെയും വിളിക്കും. അല്ലേലും അങ്ങോട്ട് വിളിക്കാൻ പോരെ? അത് പറഞ്ഞ് അച്ചു വൈച്ചുവിൻ്റെ ഫോൺ എടുത്തു. ആഹാ ബെസ്റ്റ്. ഇത് ഓഫാണല്ലോ. പിന്നെ എങ്ങനെയാ കിട്ടാനാ എൻ്റെ വൈച്ചു? ഓൺ ആക്കണ്ട, നാളെ വിളിച്ചാൽ മതി. എന്തായാലും ആ കാലമാടൻ ഇങ്ങോട്ട് വിളിക്കാൻ പോണില്ല. ഇപ്പോൾ എന്നേക്കാൾ വാശിയായിട്ടാവും അങ്ങേർക്ക്. ചേച്ചി പോയി കിടന്ന് ചെല്ല്. ഇച്ചായൻ്റെ സമാധാനം പോയിട്ടുണ്ടാവും. ചെല്ല്, പോയി വിളിക്ക്. ഡി കുറുമ്പി, എൻ്റെ ഇച്ചനെ കളിയാക്കാൻ എന്താ മിടുക്കി. നീ കരയല്ലേട്ടോ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അച്ചു. ഗുഡ് നൈറ്റ്. എന്താടാ കോപ്പേ, നീ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചേ? രുദ്രൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജോൺ ചോദിച്ചു. അതോ നിന്റെ പെങ്ങൾക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാ. അത് ഒന്ന് കുറയട്ടെ. അച്ചുവിനെ കൊണ്ട് ചോദിച്ചതാ ഞാൻ എവിടെയാ എന്ന് അറിയാൻ. ഓഹോ, അതിനെന്താ? ഇന്ന് നീ അവളെ ഒന്ന് വിളിച്ചോ? എത്തിയോ എന്ന് ചോദിച്ചോ? വിളിച്ചു. ഓഫാണല്ലോ. ആയതല്ല, ആക്കിയതാ. എന്നെ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോൾ അവൾ ഓഫാക്കി. അവളെ ഞാൻ മറന്നു എന്ന്
കരുതിട്ടാവും. പണ്ടത്തെ വൈച്ചു അല്ല അവൾ ഇപ്പോൾ. പെട്ടെന്ന് തളരുന്ന കരയുന്നു. വൈച്ചുവായി, എനിക്കത് തീരെ പിടിക്കുന്നില്ല. ആദ്യം അത് മാറട്ടെ. എടാ, എന്നാലും വൈച്ചുട്ടിക്ക് വിഷമമാവില്ലേടാ? അതുമല്ല, നീയല്ലേ ഇന്ന് അവളെ വിളിക്കാഞ്ഞേ? പിന്നെ അവളുടെ ഭാഗത്ത് എന്താ തെറ്റ്? അതുമാത്രമല്ലേ, എൻ്റെ അനിയത്തിയെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിളിക്കടാ അവളെ. പറ്റില്ല ജോൺ. അവൾ ഫോൺ ഓണാക്കി ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ല. വാശി കളഞ്ഞ് ഇങ്ങോട്ട് വിളിക്കട്ടെ. എടാ വൈച്ചുട്ടി, പാവമല്ലേടാ? ഒന്ന് പോടാ. പോയി അച്ചുവിനെ വിളിക്ക്. ചെല്ല്. അയ്യോ മറന്നു. എന്നാ ബൈ. ജോൺ പോയതും രുദ്രൻ ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി. കുറുമ്പി വൈഫ്. അവളുടെ പ്രൊഫൈൽ നോക്കി കുറേ മെസ്സേജ് അയച്ചിട്ടു. എവിടെയോ രുദ്രേട്ടാ, ശരിക്കും മിസ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ശരിക്കും ഇഷ്ടാണോ? ഒന്ന് ഫോൺ എടുത്തൂടെ? മെസ്സേജ് അയച്ചൂടെ? ഞാൻ നിങ്ങളുടെ ആരാ? സഹിക്കുന്നില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ബൈ. വട്ട് പെണ്ണെ, എന്തൊക്കെയാ അയച്ചേക്കുന്നേ? പാവം. രാവിലെ വിളിക്കണമെന്ന് കരുതിയതാ. എന്നാ തിരക്ക് കാരണം പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്ത്. പിന്നെ സ്വിച്ച് ഓഫ്. അപ്പോൾ മനസ്സിലായി കുശുമ്പ് വന്ന് ഓഫാക്കിയതെന്ന്. ഒന്ന് വിളിച്ചാലോ? ഓഫല്ലേ? ഓ ഓപ്പ്. അതിനോട് സംസാരിക്കാൻ തോന്നല്ലേ? ഓ, മരപ്പെട്ടി വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. കൃഷ്ണൻ ഒന്ന് വിളിച്ചാലോ? വേണ്ട, വൈച്ചു വേണേൽ ഇങ്ങോട്ട് വിളിക്കട്ടെ. 8 മണിയായി. ഇതുവരെ നോ കോൾ നോ മെസ്സേജ്. ശരിക്കും രുദ്രേട്ടന് എന്നെ ഇഷ്ടമാണോ? ഉള്ള സമാധാനം പോയി. അവൾ രുദ്രേട്ടൻ്റെ ഫോട്ടോ നോക്കി കിടന്നു. ഡാ നാറി, എന്നെ കൂടെ പിടിക്കടാ തെണ്ടി. നിനക്ക് ഇതൊക്കെ നല്ല പരിചയമുണ്ടാവും. എന്നാ എനിക്ക് ഒരു മരത്തിൻ കയറിയ പോലും പിടിക്കടാ. ഓ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ എങ്ങാനും മിണ്ടാതെ ഇരിക്കാൻ. മിണ്ടാതെ വാടാ. വൈച്ചുവിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കിയിരുന്ന രുദ്രൻ. നോക്കിക്കോ, നിന്നോട് ദൈവം ചോദിക്കും. ഒന്ന് വാടാ. എനിക്ക് അവളെ ഒന്നും കണ്ടാ മതി. ദേ പിടിക്ക്. ഹോ, എന്തായിരുന്നു? ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ പാതിരാത്രി ആയപ്പോൾ നിന്റെ കാമുകൻ ഉണർന്നോ? ഗൃ. പിന്നെ എനിക്ക് എൻ്റെ അച്ചുവിനെ കാണണം. അതുകൊണ്ട് ബൈ. ഡാ വിളിക്ക് അച്ചുവിനെ. വിളിക്കുവാ. ഇച്ചൻ കോളി. ഓഹോ, ഇത് എന്താ ഈ നേരത്ത്? ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ലേ? ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. എന്തുവാ ഇച്ച, ഈ 11 മണി നേരത്തെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എൻ്റെ പൊന്നെ, വന്ന് ബാൽക്കണീൻ്റെ ഡോർ ഒന്ന് തുറന്നേ. എന്ത്? നിങ്ങൾക്ക് വട്ടായ മനുഷ്യ? ഏത് ബാൽക്കണിൻ്റെ വട്ട്? നിന്റെ കെട്ടിയോന്. വന്ന് തുറക്കടി. അതും ഞാനും പറഞ്ഞേ. ദേ അച്ചു, എന്നെക്കൊണ്ട് ഈ പാതിരാത്രി തെറിയൊന്നും പറയിപ്പിക്കല്ലേ. നീ വന്ന് തുറക്ക്. ശരിക്കും നിങ്ങൾ എവിടെയാ മനുഷ്യ? അച്ഛാ. ദാ ഞാൻ പറയാം. എൻ്റെ പൊന്നു പെങ്ങളെ, വന്ന് ഡോർ തുറക്ക്. ജോണിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി രുദ്രൻ സംസാരിക്കാൻ തുടങ്ങി. കാർത്തിയേട്ടനോ? ദേ വന്നു. അച്ചു ഫോൺ കട്ടാക്കി. ഫോൺ ലൈറ്റ് ഓൺ ആക്കി പതുക്കെ നടക്കാൻ തുടങ്ങി. ഈശ്വര, അവര് ഇങ്ങനെ ഇവിടെ. അയ്യോ, പണി കിട്ടുമോ? 2 നിഴൽ കണ്ടപ്പോൾ തന്നെ അച്ചുവിൻ്റെ കാറ്റുപോയി. അവൾ ഇത് എവിടെ പോയി കിടക്കുക? നീ എന്താടാ നോക്കുന്നേ? മിണ്ടാതെ നിക്കടാ പുല്ലേ. പെട്ടെന്ന് അച്ചു ഡോർ തുറന്നു. അയ്യോ, നിങ്ങൾ എങ്ങനെ ഇവിടെ? ആരേലും കണ്ടോ? എങ്ങനെയാ വന്നേ? ഇച്ച, രുദ്രേട്ടൻ, നിങ്ങൾ. എൻ്റെ അച്ചു, ഒന്ന് ശ്വാസം വിട്, എന്നിട്ട് ബാക്കി. എങ്ങനെ വന്നേ? ദേ നിൽക്കുന്നു. ഒരു 8:30 ആയപ്പോൾ എനിക്ക് എൻ്റെ വൈച്ചുവിനെ കാണാൻ തോന്നുക എന്ന് പറഞ്ഞു തുടങ്ങിയതാ. പിന്നെ കത്തിച്ചു വിട്ടു ഇങ്ങോട്ട്. നീ വീട് പറഞ്ഞു തന്നോണ്ട് ഇവിടെ വരെ എത്തി. എന്നാലും ഇവിടെ എത്തിയപ്പോൾ ഒരു സംശയം വന്നു. അപ്പോഴാ ശ്രീ വൈശാലിയും എന്ന പേര് കണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി. എന്നാലും കാർത്തിയേട്ടാ, ഇത് അവളെ കാണാൻ വന്നത് അല്ലേ? ദാ 2 in the room. വേഗം വരണം. ആരേലും കണ്ടാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ചു പേടിക്കണ്ട, വേഗം വരും. അതും പറഞ്ഞ് രുദ്രൻ അകത്തേക്ക് പോയി. പതുക്കെ വാതിൽ തുറന്നു. എന്നാ വൈച്ചു അവിടെ ഉണ്ടായില്ല. ഈ പെണ്ണ് ഇവിടെ പോയി? പെട്ടെന്ന് ആരോ വരുന്ന പോലെ തോന്നി. രുദ്രൻ വാതിലിൻ്റെ മറവിൽ നിന്നു. വാതിൽ അടച്ചിട്ടു അല്ലേ? പോയേ ആവോ.
എന്നാ രസ കയ്യിലുള്ള കൊള്ളി വറുത്തത് കുറുകുറു കഴിക്കാൻ. അവൾ അത് കണ്ടതും രുദ്രൻ ചിരി വന്നു. "ഉം, ഉം. ഇത് എന്താ ഇങ്ങനെ? ആരോ ഉണ്ടല്ലോ അവിടെ. ആ ആ രാഹു കൃഷ്ണ." കർട്ടൻ ഇളകുന്നത് കണ്ട് വൈച്ചു പേടിച്ചു പോയി. എന്നാൽ അവളുടെ കളി കണ്ട് ചിരി അടക്കി പിടിക്കുകയായിരുന്നു രുദ്രൻ. അവൾ കണ്ണുമടച്ച് അവിടെ തൊട്ടുനോക്കി. ഏയ്, ആരുമില്ല. ഷേ വൈച്ചു, പേടിക്കാതെ, ആരുമില്ലെന്ന്. പെട്ടെന്ന് ആരോ കെട്ടിപ്പിടിച്ചതും അവൾ ഞെട്ടി. അലറിയേക്കും. അവൻ്റെ കൈകൾ അവളുടെ ആദരങ്ങൾ വെച്ചിരുന്നു. "മിണ്ടാതിരിക്കടി, ഞാനാ." അതും പറഞ്ഞ് അവളെ തിരിച്ചു നിർത്തി. രുദ്രേട്ടൻ ഇവിടെ?" അവൾ ചുറ്റും നോക്കി. അവനെ ഒന്ന് നോക്കി അവൻ്റെ കൈകളിലേക്ക് വീണു.